പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവം ആശംസിക്കുന്നു. സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സെ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്ത തിരുനാളിനോട് അനുബന്ധിച്ച് ഞായറാഴ്ചത്തെ ഒന്നാമത്തെ എൻ്റെ പ്രസംഗം ചെറിയ സന്ദേശം കഴിഞ്ഞു. ഇത് രണ്ടാമത്തേതാണ്. കഴിഞ്ഞ എൻ്റെ വചനപ്രഘോഷണത്തിൽ പ്രധാനമായും ഞാൻ സ്പർശിച്ചത് പന്തക്കുസ്ത എന്ന 50-ാം പെരുന്നാൾ, തുടർന്ന് ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് പറയുന്ന ആ വചനം ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. ഈ വചനം പറഞ്ഞുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ തൻ്റെ പ്രഘോഷണം ആരംഭിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പത്രോസിൻ്റെ 8 പ്രഭാഷണങ്ങളുണ്ട്. ഈ 8 പ്രഭാഷണങ്ങളിൽ ഒന്നാമത്തേതിൽ വിശുദ്ധ പത്രോസ് ശ്ലീഹ 9 തിരുവചനങ്ങൾ ഉപയോഗിച്ചാണ് പ്രസംഗിക്കുന്നത്. തൻ്റെ വചന പ്രഘോഷണത്തിലൂടെ 3000-ഓളം ആളുകൾ മാമോദീസ സ്വീകരിച്ചു. ഈ പന്തക്കുസ്ത തിരുനാളാണ് സഭയുടെ ആരംഭം. സഭയുടെ ഈ ആരംഭം 2000 വർഷങ്ങൾക്ക് മുമ്പ് സെഹിയോൻ മാളികയിൽ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച സ്ഥലത്ത് പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാരും ആകെ 120 ആളുകളും ഒരുമിച്ചിരിക്കുമ്പോഴാണ്. ഈ അവസരത്തിൽ ഞാൻ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ 2 വോളിയം എഴുതിയിട്ടുണ്ട്. 2, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കെ എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ വിശുദ്ധീകരണം. 3, കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പന്തക്കുസ്ത ദിനത്തിൽ ഉണ്ടായതിനെ കുറിച്ച്. 4, വീട് മുഴുവൻ നിറഞ്ഞു. 5, പരിശുദ്ധാത്മാവിൻ്റെ അടയാളങ്ങളായ കാറ്റ്, അഗ്നി, വെള്ളം, എണ്ണ, മുദ്ര, പ്രാവ്, ഈ 6 അടയാളങ്ങളെക്കുറിച്ചും ഞാൻ വിശുദ്ധീകരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ 2-ാമത്തെ വചന പ്രഘോഷണത്തിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കുണ്ടായ വലിയൊരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. എൻ്റെ വൈദിക പട്ടം ജനുവരി 5-ാം തീയതി 1994 എൻ്റെ പട്ടത്തിന് മുമ്പും പട്ടത്തിന് ശേഷവും പല സ്ഥലങ്ങളിലൂടെ വചനം പങ്കുവെക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. എനിക്കിഷ്ടമായിരുന്നു വചന പ്രഘോഷണം നടത്തുന്നത്. അപ്പോഴൊക്കെ ആളുകൾ എന്നോട് പറയും, അച്ഛ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അച്ഛനൊന്ന് സംസാരിക്കുക. കാരണം ഏതു ധ്യാന കേന്ദ്രത്തിൽ ചെന്നാലും ദൈവസ്നേഹത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും എല്ലാം ദീർഘമായ സംസാരങ്ങളുണ്ട്, വചന പ്രഘോഷണങ്ങളുണ്ട്. എന്നാൽ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആരും തന്നെ ആഴമായിട്ട് സംസാരിച്ചു കേട്ടിട്ടില്ല. ഞാൻ ഈ വചന പ്രഘോഷണത്തിന് ഇടയ്ക്കാണ് സെന്റ് പീറ്റേഴ്സ് സെമിനാരിയിൽ MDH പഠിക്കാനായിട്ട് പോയത്. അവിടെ MDH പഠിക്കുന്ന അവസരത്തിൽ വളരെ പ്രശസ്തനായ ലെഗ്രാൻഡ് അച്ഛൻ, ഫ്രാൻസിൽ നിന്ന് വന്ന അച്ഛനാണ്. അച്ഛൻ പുതിയ നിയമത്തിൽ ആഴമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഡെഡ് സീ സ്ക്രോളിനെ കുറിച്ച്, ചാവുകടൽ സ്ക്രോളിനെ കുറിച്ച്, ചുരുളുകളെ കുറിച്ച് അദ്ദേഹം പഠിക്കുക മാത്രമല്ല, അദ്ദേഹം അതിൻ്റെ എക്സ്കവേഷൻ കണ്ടുപിടിക്കുന്ന, അതിനകത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വളരെ പണ്ഡിതനായ ഒരു അച്ഛനാണ്. ലെഗ്രാൻഡ് അച്ഛനാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളെ കുറിച്ച് 40 മണിക്കൂർ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എല്ലാം കഴിഞ്ഞ് 3 മണിക്കൂർ പരീക്ഷ എഴുതണം. 3 ചോദ്യം തരും.
അതിൽ ഒരെണ്ണം 3 മണിക്കൂർ എഴുതണം. വളരെ ആഴമായിട്ട് എഴുതണം. അപ്പൊ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു, ഇന്ന് നീ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരീക്ഷ എഴുതണം. ആത്മാവിൻ്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അതിനെ മാനിച്ചില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. നമുക്കറിയാം, ലൂക്കാ സുവിശേഷകൻ 2 വോളിയംസ് എഴുതിയിട്ടുണ്ട്, 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേത് യേശുവിൻ്റെ ജീവിതത്തെ അവതരിപ്പിക്കുകയാണ്. യേശു പരിശുദ്ധാത്മാവിനാൽ മറിയത്തിൽ നിന്ന് ഗർഭിണിയായി ഈ ലോകത്തിലേക്ക് വന്നു. തുടർന്ന് യേശു നടത്തിയ പ്രഭാഷണങ്ങളും അത്ഭുതങ്ങളും വളരെ സമ്മിക്കായിട്ട് അദ്ദേഹം ഒന്നാമത്തെ പുസ്തകത്തിൽ അവതരിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ജീവിതമാണ് അവതരിപ്പിക്കുന്നത്. 24 അധ്യായങ്ങളുണ്ട്. രണ്ടാമത്തേത് അപ്പസ്തോല പ്രവർത്തനങ്ങളാണ്, നടപടി പുസ്തകമാണ്, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ ആണ്. ഈ രണ്ടാമത്തെ വോളിയത്തെ അറിയപ്പെടുക പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്നാണ്. ഈ പുസ്തകത്തിൽ 28 അധ്യായങ്ങളുണ്ട്. അദ്ദേഹം വളരെ ഗഹനമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തു, ഞങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ ഈ പുസ്തകം മുഴുവനും അതിൻ്റെ ഗ്രീക്കും മറ്റു പല കാര്യങ്ങളും ഇന്റർപ്രിട്ടേഷൻസും എല്ലാം അദ്ദേഹം കുറെയൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിൽ വന്നു, നീ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതണം. പരീക്ഷാ ഹാളിൽ ചെന്നു, 3 ചോദ്യങ്ങൾ വായിച്ചു. ഒന്നാമത്തെ ചോദ്യം വായിച്ചു കഴിഞ്ഞിട്ട് വളരെ എളുപ്പമാണ്, പക്ഷേ എനിക്ക് എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ. രണ്ടാമത്തെ ചോദ്യം എടുത്ത് വീണ്ടും എഴുതാൻ തുടങ്ങി, അപ്പോഴും മുമ്പോട്ട് പോകാത്ത ഒരവസ്ഥ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പുറകെയാണ് വിശുദ്ധ പത്രോസ് ശ്ലീഹ എന്ന റിഡംതോറിസ് മിസ്സിയോ എന്ന ചാക്രിയ ലേഖനത്തിന്റെ വെളിച്ചത്തിൽ തെളിയിക്കുക. 1ഉം 2ഉം എഴുതാൻ പറ്റാതെ ആയിരിക്കുന്ന അവസരം. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് ഓരോ പോയിന്റുകൾ പെട്ടെന്ന് ഒരു സിനോപ്സി ഉണ്ടാക്കി. അതിനുശേഷം എഴുതുവാൻ തുടങ്ങി. പരീക്ഷയ്ക്ക് ധാരാളം പേപ്പറുകൾ എഴുതി, ഞാൻ എണ്ണം പറയുന്നില്ല. പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ സിസ്റ്റർ മേരി ജോണിനോട് പറഞ്ഞു, എക്സാം വാസ് വെരി ടഫ് ടു മീ സിസ്റ്റർ. സിസ്റ്റർ എന്നോട് പറയുക, ഹോളി സ്പിരിറ്റ് സിസ്റ്റർ പറയുക, ഡോണ്ട് ബി വറി ഫാദർ, യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക്. അച്ഛൻ ഭയപ്പെടുകയൊന്നും വേണ്ട, അച്ഛന് നല്ല മാർക്ക് കിട്ടും. പരീക്ഷ കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു. 100ൽ 90 കൂടുതൽ മാർക്ക് എനിക്ക് ആ വിഷയത്തിന് കിട്ടി. എന്തുകൊണ്ടാണ് ഇത്രയും മാർക്ക് കിട്ടിയത്? നമ്മൾ നല്ലൊരു തീരുമാനം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചു തുടങ്ങും. ആത്മാവിന്റെ നിറവ് നമ്മളിലേക്ക് കടന്നു വരും. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വീട് പണിയുവാനുള്ള അവസ്ഥകൾ ദൈവം സ്വരുക്കൂട്ടി നൽകും. കടത്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന മക്കള് നല്ലൊരു തീരുമാനം എടുക്കുമ്പോൾ ദൈവം ഇടപെടും. നല്ല ഒരു തീരുമാനം, ഞാൻ മദ്യം കഴിക്കുകയില്ല എന്നുള്ളൊരു നല്ല തീരുമാനമാണ്. വണ്ടിയൊന്നും അധികമായി ഓടാതെ കിടക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ മിക്കവാറും എന്നെ ഫോൺ ചെയ്യും, അച്ഛാ വണ്ടിയൊന്നും ഓടിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ വീടിന്റെ തൊട്ടടുത്താണല്ലോ പള്ളി, നീ എല്ലാ ദിവസവും പള്ളിയിലൊന്ന് കുർബാനയ്ക്ക് പോകുന്ന അവസരത്തിൽ ആളുകളെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുക. പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ നിന്നെ വിളിക്കും. പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവന് ധാരാളം ഓട്ടം കിട്ടാൻ തുടങ്ങി.
അവന് പണം കിട്ടാൻ തുടങ്ങി, അവന്റെ കാര്യങ്ങൾ നടക്കുവാൻ തുടങ്ങി. ഇതിനു മുമ്പ് ആ വ്യക്തിയുടെ മക്കൾക്ക് രോഗമുണ്ടാകുമ്പോൾ പലപ്പോഴും എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ഒരു നല്ല തീരുമാനം എടുക്കുമ്പോഴൊക്കെ ദൈവം ഇടപെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്നവരെ, നിങ്ങൾ നല്ലൊരു തീരുമാനം ഈ വചനം കേൾക്കുന്ന ഈ അവസരത്തിൽ തന്നെ തീരുമാനിക്കുക. ഒരുപക്ഷെ ഒരു നല്ല തീരുമാനമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ വചന ശുശ്രൂഷ ഞാൻ ആർക്കെങ്കിലുമൊക്കെ പങ്കുവെച്ചു കൊടുക്കുമെന്നൊരു നല്ല തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ മോശമായ പുസ്തകങ്ങൾ വായിക്കില്ല, മോശമായ പടങ്ങൾ കാണുകയില്ല എന്ന് തീരുമാനിക്കുക. IELTS പഠിക്കുന്ന മക്കളെ, എൻ്റെ പരീക്ഷ കഴിയുന്നത് വരെ ഞാൻ മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുകയില്ല. ബൈബിൾ മുഴുവനുമായിട്ട്, പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം മുഴുവനും ഇംഗ്ലീഷിലൊന്ന് വായിക്കുകയും ഇംഗ്ലീഷിലൊന്ന് കേൾക്കുകയും ചെയ്താൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ജയിക്കും. എൻ്റെ അനുഭവമാണ്. ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു വചനമുണ്ട്, സങ്കീർത്തനം 16:1, കർത്താവെ സഹായിക്കണമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ അധ്വാനവും കർത്താവിലുള്ള ശരണവും വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരികയാണ്. യേശുവിന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരോട് യേശു എന്താണ് പറഞ്ഞത്? ആത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ ആയിരിക്കുവിൻ, സെഹിയോൻ മാളികയിലായിരിക്കുവിൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധ്യപ്പെടുത്തും. യൂദയായാലും സമറിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ വചനം പങ്കുവയ്ക്കുന്നവരാണ്. ലോകത്തിന്റെ അതിർത്തികൾ വരെ. പന്തക്കുസ്ത ദിനത്തിൽ അതല്ലേ സംഭവിച്ചത്? 19 പരം സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് സെഹിയോൻ മാളികയിൽ. ആ സെഹിയോന്റെ പരിസരങ്ങളിൽ അവരൊന്നും കേൾക്കാത്ത രീതിയിലുള്ള വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. ന്യൂമ, കാറ്റ്, പരിശുദ്ധാത്മാവിനെ കേൾക്കുകയാണ്. ഒരു ആരവം കേൾക്കുകയാണ്, കൊടുങ്കാറ്റിൻ്റെത് പോലുള്ള ഒരു ആരവം. ഈ ആരവം കേട്ട് കൂടാര തിരുനാളിന് 19 സ്ഥലങ്ങളിൽ നിന്ന് 19 രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ കാണുന്നത് ശിഷ്യന്മാരുടെയും അവിടെ സമ്മേളിച്ചിരിക്കുന്ന ആകെ 120 പേർ, അവരുടെ എല്ലാം തലയ്ക്ക് മുകളില് അഗ്നി പോലെയുള്ള നാവുകൾ കണ്ടു. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ച് 119 ആളുകളും 11 ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസരത്തില് വലിയൊരു ആരവം, വലിയൊരു കാറ്റടിക്കുന്ന പോലെയുള്ള ഒരു ആരവം, വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെയുള്ള ശബ്ദം കേൾക്കുകയാണ് ആളുകള്. ഈ ആരവം കേട്ടുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് ഇറങ്ങി വരികയാണ്. ആളുകൾ കുടിലുകൾ കെട്ടിയാണ് താമസിച്ചിരുന്നത്. കൂടാര തിരുനാൾ ആഘോഷിക്കുവാൻ, പന്തക്കുസ്ത ആഘോഷിക്കുവാൻ, വിളവെടുപ്പിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ 19 സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് വന്നിരിക്കുന്ന ജനങ്ങളൊക്കെ പതിവല്ലാത്ത രീതിയിലുള്ള ആരവം കേട്ടപ്പോര് അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി. അവർ കാണുന്നത് എന്താണ്? ഈ 120 ആളുകളുടെ മേലും അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ പ്രത്യക്ഷപ്പെട്ടു. ആ വീട് മുഴുവനും കത്തി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. വീട് മുഴുവനും കത്തി നിൽക്കുന്ന അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട് മുഴുവൻ കത്തി നിൽക്കുന്ന അനുഭവം ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം പറയുകയാ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ ക്ലാര പുണ്യവതിയും ഫ്രാൻസിസ്കൻ സഭ സ്ഥാപിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. രണ്ടാമത്തെ ക്രിസ്തു എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ് ഫ്രാൻസിസ് അസീസി. വിശുദ്ധ ക്ലാരയ്ക്ക് ഈ വിശുദ്ധനെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം. ഇവരെങ്ങനെയോ സമയമൊക്കെ നിശ്ചയിച്ച് വീടിന്റെ പുറത്തേക്ക് വരികയാണ്, ഫ്രാൻസിസ് അസീസി താമസിക്കുന്ന സ്ഥലത്തേക്ക്. ക്ലാര വരുമ്പോൾ ഉണ്ടായ സംഭവം, ഫ്രാൻസിസ് അസീസി താമസിക്കുന്ന വീട് മുഴുവനും കത്തി നിൽക്കുന്ന ഒരു അനുഭവം. മോശ കത്തിപ്പടരുന്ന മുൾപ്പടർപ്പ് തീരാതെ നിൽക്കുന്നത് കണ്ടിട്ട് അവിടേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? മുൾപ്പടർപ്പ്, കത്തിത്തീരാത്ത മുൾപ്പടർപ്പ്. ഈ കത്തിത്തീരാത്ത ഒരു മുൾപ്പടർപ്പ് തന്നെയാണ് പന്തക്കുസ്ത ദിനത്തിലും ഉണ്ടായത്.
ഫ്രാൻസിസ് അസീസിയും ക്ലാരയും തമ്മിൽ ഒരുമിച്ച് കാണുമ്പോൾ സംഭവിക്കുന്നത് അതാണ് പ്രിയമുള്ളവരെ. അപ്പൊ ആ പന്തക്കോസ്ത ദിനത്തില് സംജാതമായ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ 4 കാര്യങ്ങൾ പറയുന്നത്. യേശു 11 പേരെയും കൂട്ടിക്കൊണ്ട് ബെഥനിയയിലേക്ക് പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തില് 24-ാം അധ്യായത്തില് 50 മുതൽ 53 വരെയുള്ള വചനങ്ങളിൽ കാണുക. യേശു അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വന്ന് മറഞ്ഞു. അതിനുശേഷം അവരെല്ലാവരും എവിടെയാണോ യേശു വാഗ്ദാനം ചെയ്തത് ആ സെഹിയോൻ മാളികയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് പോയത്? സന്തോഷത്തോടെ പോയി. ആത്മാവിന്റെ നിറവ് ലഭിക്കണമെങ്കിൽ ഒന്നാമത് വേണ്ടത് ഒരു സന്തോഷം, ആത്മാവിൽ സന്തോഷിക്കുക. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്നതാണത്. ആത്മാവിലുള്ള ഒരു സന്തോഷം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, നമ്മുടെ ക്യാൻസർ രോഗങ്ങൾ കാണുമ്പോൾ ആത്മാവിൽ നെടുവീർപ്പിടുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കടബാധിതയിൽ ആത്മാവിൽ സന്തോഷിക്കുന്ന മക്കള്, വേദനയിൽ സന്തോഷിക്കുന്ന മക്കള്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഴുതിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തില് 41 പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. തന്റെ ബന്ധനത്തിലാണ്, തന്റെ കൈകൾക്ക് വിലങ്ങ് വെച്ച് കിടക്കുമ്പോഴാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു. ആ ലേഖനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക്, എന്റെ ദൈവം. ഞാനൊരു ഗാനം എഴുതി, എന്റെ ആബ എന്റെ ദൈവം തന്റെ മഹത്വത്തിൻ സമ്പന്നതയിൽ നിന്നും നിങ്ങൾക്കാവശ്യമുള്ളവയെല്ലാം നൽകിയിടും. ആമേൻ, ആമേൻ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് അത് നൽകും. ദൈവം തരാത്തതായിട്ടൊന്നുമില്ല, ദൈവം തരും. അബ്രാഹാം ഇസ്ഹാക്കിനെ വധിക്കാൻ കൊണ്ടുപോകുമ്പോൾ മോറിയ മലയുടെ അടിയിൽ വെച്ചിട്ട് ആ കൊച്ചുമകൻ ചോദിക്കുകയാണ്, പിതാവേ, നമ്മുടെ കയ്യിൽ കത്തിയുണ്ട്, തീയുണ്ട്, വിറകുണ്ട്, വെള്ളമുണ്ട്, പക്ഷെ ബലിയർപ്പിക്കാൻ മൃഗം എവിടെ? ആ പിതാവ് 12 വയസ്സുള്ള മകൻ ഇസ്ഹാക്കിനോട് പറയുക, ദൈവം തന്നെ തരും മകനെ, ദൈവം തന്നെ തരും. ദൈവത്തിന്റെ വഴികൾ വിശാലമാണ്. ദൈവത്തിന്റെ വഴികളിലേക്ക് കടക്കുമ്പോൾ ദൈവം നമുക്ക് തരും. പ്രിയമുള്ളവരെ, അവർ ഒരുമിച്ച് കൂടിയിരിക്കുക. അതിനുശേഷം ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം, അവർ ഒരുമിച്ച് കൂടിയിരിക്കുക. ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരും. യേശു പറഞ്ഞതല്ലേ, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും തരും. ഈ വചനം കേൾക്കുന്ന കുടുംബാംഗങ്ങളെ, ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ച് ദൈവത്തോട് ചോദിക്കുന്ന ഏതെങ്കിലും തരാത്ത ഒരു കാര്യം നിങ്ങൾക്ക് പറയാമോ? ദൈവം തരും, ദൈവം തരും. കരങ്ങൾ ഉയർത്തി, മനസ്സുയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം തരും. എല്ലാ മാസവും 25-ാം തീയതി CMI നിർമ്മൽ ഗ്രാം റിട്രീറ്റ് സെന്ററില് വർഷങ്ങളോളം രാത്രി ആരാധന നടത്തിയിരുന്നു. മെഡ്ജുഗോറിയയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ, അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് വിസ്ക, മറിയാന, ഇവാങ്ക, മരിയ, ഈ 4 പെൺകുട്ടികൾക്കും ഇവാൻ, യാക്കോബ്. സെപ്റ്റംബർ 8-ാം തീയതി മാതാവിന്റെ പിറവി തിരുനാൾ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. മാതാവ് നൽകിയ സന്ദേശങ്ങള് ക്ഷമിക്കുന്നവരാവുക, പ്രാർത്ഥിക്കുന്നവരാവുക, സമാധാനമുള്ളവരാവുക, അനുദപിക്കുന്നവരാവുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവം തരും. നമ്മളെല്ലാവരും പാപികളായിരിക്കെ നമുക്ക് വേണ്ടി യേശുനാഥൻ കുരിശിൽ മരിച്ചില്ലേ? അവിടുത്തെ തിരുരക്തം നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ ആവശ്യങ്ങളിലേക്ക്, നമ്മുടെ രോഗങ്ങളിലേക്ക്, നമ്മുടെ തകർച്ചകളിലേക്ക് ദൈവം ഇറങ്ങും. ചില ആളുകൾ വരും, അച്ഛാ കല്യാണം നടന്നിട്ടില്ല,
എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. 46-ാം സങ്കീർത്തനം, രാജകീയ വിവാഹം എന്ന് പറയുന്ന സങ്കീർത്തനം നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുവാൻ തുടങ്ങ്. ഒരുപക്ഷെ 2 ആഴ്ച 3 ആഴ്ച വായിച്ചു കഴിയുമ്പോൾ അവർക്ക് ചേർന്ന ഒരു ജീവിത പങ്കാളിയെ നൽകും. സങ്കീർത്തനം 128 പറയുകയല്ലേ, ഭാര്യ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും, മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമാകും. മക്കളുടെ മക്കളെ കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ. അതേ, ദൈവത്തോട് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു, എല്ലാവരും ഒരുമിച്ചിരുന്നു. ഒന്നാമത്തേത് സന്തോഷിച്ചിരുന്നു, രണ്ടാമത്തേത് എല്ലാവരും ഒരുമിച്ചിരുന്നു. മൂന്നാമത് ഈ ശിഷ്യന്മാരെല്ലാവരും ബന്ധക്കൂസ്തായ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവത്തെ സ്തുതിക്കുക. പല സങ്കീർത്തനങ്ങളും അറിയപ്പെടുന്നത് ഹല്ലേലൂയ സങ്കീർത്തനങ്ങളാണ്, ഹല്ലേലൂയ സാംസ്. ദൈവത്തെ സ്തുതിക്കാൻ, പ്രത്യേകിച്ച് അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 140 മുതൽ 150 വരെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജനത. നമ്മുടെ കുടുംബം ദൈവത്തെ സ്തുതിക്കുന്നതാകണം. എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം വരികയാണ്. മുരിങ്ങൂർ ധ്യാന കേന്ദ്രം വളരെ വിശാലമായി വളർന്നു വലുതായി. ആരംഭത്തില് അവിടെയുള്ള ഷെഡുകളും കുമ്പസാരിപ്പിക്കാനിരിക്കുന്ന ആ മണം നിറഞ്ഞ സ്ഥലങ്ങളും എല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ആയിരങ്ങള് 10,000 അവിടെ വരും. അപ്പോൾ അവിടെ ജനങ്ങള് ഈ വചന പ്രഘോഷണം ചെയ്യുന്ന പനക്കലച്ഛനൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ട് പടിയറ പിതാവിനോട് പോയി ആളുകൾ ചോദിച്ചു, അച്ഛാ പിതാവേ, എന്തിനാ ഇത്രയും ഒച്ചയിലൊക്കെ സ്തുതിക്കണേ? പിതാവ് ആ ധ്യാനം കൂടിയ വ്യക്തിയാ. പിതാവ് അവരോട് പറഞ്ഞ കാര്യം, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന 1000 10,000 അവരൊക്കെ രോഗികളാണ്, അവരൊക്കെ തളർച്ച അനുഭവിക്കുന്നവരാണ്. മക്കളെ, നമ്മള് ഭാരതത്തിൽ ജനിച്ചു വളർന്നവരാണ്. ആ ജനിച്ചു വളർന്നവർക്ക് ശാന്തമായി സ്വസ്ഥമായി അവര് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ അവിടെ വന്നിരിക്കുന്ന നല്ല ശതമാനം ആളുകളും രോഗികളാണ്. ഞാൻ ഈ വചന പ്രഘോഷണം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, എന്തിനാ ഇത്ര ഒച്ചയിലൊക്കെ സ്തുതിക്കുന്നേ? അപ്പോൾ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞത് ഈ പറയക്കാട്ടിൽ പിതാവിൻ്റെ സംഭവമാണ്. ഈ രോഗികളായിട്ടുള്ളവർക്ക്, മദ്യപാനത്തിൻ്റെ കെട്ടുവിഴാത്ത ആളുകൾക്ക്, അവരൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ എന്നൊക്കെ ഒന്ന് സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം അവർ ദൈവത്തിലേക്ക് തിരിയും. ദൈവം അവരിൽ അഗ്നിയായി ഇറങ്ങി വരും. ദൈവം ഒരു ചൂടായിട്ട് കടന്നു വരും. ദൈവം സുഗന്ധമായി കടന്നു വരും. ദൈവത്തിന്റെ അനുഭവങ്ങൾ നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടമായിട്ട്, അരുവിയായിട്ട് നിറഞ്ഞൊഴുകുന്ന നദികളായിട്ട് അവരുടെ ഹൃദയം ഒഴുകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ പറയുന്നില്ല, യേശു ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ജീവജലത്തിന്റെ അരുവികൾ അവനിൽ നിന്ന് നിർഗളിക്കും. അതെ, യേശു ഉച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാവധാനവും പറഞ്ഞു. കുരിശിൽ കിടന്ന യേശു ഉച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ അവസാനത്തെ വാക്കുകളാണതൊക്കെ. കുരിശിൽ കിടന്ന യേശു 6-7 വചനങ്ങൾ പറയുന്നുണ്ട്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, നീ എന്നോട് കൂടെ പർദീസയിലാണ്. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ആ തിരുവചനങ്ങൾ കേട്ട് വലിയ സൗഖ്യങ്ങൾ നടന്നവരുണ്ട്. ഒരിക്കലും ചേർത്തലയില് 7 പള്ളികൾ കൂടി ദുഃഖവെള്ളിയാഴ്ച വലിയ ഒരു വചന പ്രഘോഷണം നടത്താൻ എന്നെ വിളിച്ചു. റോട്ടിൽ വെച്ചാണ് 4 കൂടുന്ന വലിയൊരു കവലയാണത്. വചന പ്രഘോഷണം തുടങ്ങിയപ്പോൾ ഈ കുരിശിലെ 7 തിരുവചനങ്ങളാണ് ഞാൻ ഉപയോഗിച്ചത്. പ്രിയമുള്ളവരെ, അവിടെ തുടങ്ങുമ്പോൾ ഒരു വചനം പറഞ്ഞു. 19-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 31. പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും ഒഴുകി. ആ വെള്ളം പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഈ വചനം കേൾക്കുന്ന മക്കളെ, നിങ്ങളെ ദൈവം ഒരുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇരട്ടകളായ 2 പെൺകുട്ടികളുണ്ട്.
എന്നിട്ട് സങ്കീർത്തനം 22-ാം സങ്കീർത്തനം ഞാൻ അവരുടെ ഇടയിൽ ആദ്യം സാധാരണ രീതിയിൽ ചൊല്ലി പിന്നീട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രി ഞാൻ അങ്ങയെ വിളിച്ചു, എനിക്കൊരാശ്വാസവുമില്ല. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. ഞാനൊരു മനുഷ്യനല്ല, ഒരു കൃമിയാണ്. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തില് പരിശുദ്ധാത്മാവ് നല്ല സുഗന്ധമായിട്ട് അവിടെ കൂടിയിരുന്ന അതില് ആ 2 സോറിയാസിസ് പിടിച്ച കൊച്ചുമക്കളെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തി. ആ ആത്മാവ് കടന്നു വരുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ, ഈ സ്തുതിപ്പില് ദൈവം കടന്നു വരുന്നു. അവർ സ്തുതിച്ചു കൊണ്ടിരുന്നു. 120 പേര് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില് 11 ശിഷ്യന്മാരും മറ്റുള്ളവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു. പെന്തക്കോസ്ത് ദിനത്തില് 4ാമത് സംഭവിച്ചത് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ആത്മാവിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം കേൾക്കും. CMI നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തില് ശക്തമായ ക്യാൻസർ ബാധിച്ച് സൗഖ്യപ്പെട്ട ഒരു വൈദികൻ വന്നിരിക്കുകയാണ്. ആ വൈദികൻ ക്രിസ്ത്യൻ ധ്യാനത്തിലുള്ള കുട്ടികളോട് ചോദിച്ചു, കടും വേനൽക്കാലത്ത് മഞ്ഞു പെയ്യുമോ? കുട്ടികൾ പറഞ്ഞു ഇല്ല. അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ കൊച്ചുത്രേസ്യയോട് ചോദിച്ചു, കടും വേനൽക്കാലത്ത് മഞ്ഞു പെയ്യുമോ? രോഗിയായി കിടക്കുന്ന കൊച്ചുത്രേസ്യ പറഞ്ഞു മഞ്ഞു പെയ്യും. പിന്നീട് കാണുന്ന ചരിത്രം ഇതാണ്. ആ കടും വേനൽക്കാലത്ത് അവൾ കിടക്കുന്ന മുറിയും സ്ഥലങ്ങളുമെല്ലാം മഞ്ഞുകൊണ്ട് നിറഞ്ഞു, അതായത് തണുപ്പ് കൊണ്ട് നിറഞ്ഞു. അച്ഛന്റെ കുർബാനയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയ വലിയൊരു ഹോളാണ്, അലുമിനിയം ഷീറ്റ് ഇട്ടിരിക്കുന്ന ഹോളാണ്. അവിടെ പിറ്റേ ദിവസം ബലിയർപ്പിക്കുമ്പോൾ അലുമിനിയം കൊണ്ട് റൂഫൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആ വലിയ ഹോളില് കുർബാനയുടെ അവസരത്തില് ആ കുട്ടികളെല്ലാം തണുത്തു വിറയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. തണുത്ത കാറ്റ് കടും വേനലിൽ പെയ്യും. തണുത്ത കാറ്റ് മഞ്ഞ് ഉരുകി വീഴും നമ്മുടെയൊക്കെ ഭവനങ്ങളില്. വിശ്വാസത്തോടുകൂടി വീട് മുഴുവനും കടന്നു വരും. അതാണ് പറയുന്നത് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം. ഇതെന്തിനു വേണ്ടി ഉണ്ടായി? ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വചനങ്ങളിൽ കാണുകയാണ്. ഇസ്രായേൽ ജനത പല ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഈ ഒന്നിച്ചു വന്നിരിക്കുന്ന അവസരത്തില് അവരുടെ നാട്ടിൽ നിന്നും കൊയ്തെടുത്ത ഒരു കറ്റ, ഒരു പിടി നെല്ല്, ഒരു പിടി ഗോതമ്പ് അവർ കൊണ്ടുവന്ന പുരോഹിതനെ ഏൽപ്പിക്കും. ഈ പുരോഹിതൻ ഈ കറ്റ സാബത്ത് കഴിഞ്ഞിട്ടുള്ള ദിവസം അത് ഉയർത്തിയിട്ട് ദൈവത്തിനെ സ്തുതിക്കും. കാരണം ഇത് മോശ നൽകിയ കൽപ്പനയാണ്. മോശ കാനാൻ നാട്ടിലേക്ക് വന്നില്ല. മോശയോട് ദൈവം പറഞ്ഞു, നീ ഈ ജനത്തോട് പറയുക, നിങ്ങൾ കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ ഈ കറ്റ കൊണ്ടുവന്ന പുരോഹിതന് കൊടുക്കണം. പുരോഹിതൻ അത് ഉയർത്തി കൊടുക്കണം, ദൈവത്തിന് കൊടുക്കണം. വളരെ മനോഹരമാണ്. അപ്പൊ അങ്ങനെ വീടുകളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ആ ജെറൂസലേമില് ഒരുമിച്ച് താമസിക്കുമ്പോൾ വലിയ കാറ്റുണ്ടായി. ഈ കാറ്റ് കേട്ടപ്പോൾ അവരെല്ലാം വേഗം പുറത്തേക്ക് ഇറങ്ങി. അവർ നോക്കുമ്പോൾ കാണുന്നത് ആ സെഹിയോൻ മാളികയില് 120 ആളുകളുടെ ശിരസിന് മുകളില് അഗ്നി ജ്വലിച്ചു നിൽക്കുന്നതാണ്. ആ ജ്വലിച്ചു നിൽക്കുന്ന ആത്മാവിന്റെ വരമനുസരിച്ച് അവർ പുറത്തേക്ക് ചെന്നു. പത്രോസ്ലീഹ അവിടെ ഉണ്ടായിരുന്ന 11 ശിഷ്യന്മാരോടും ഒരുമിച്ച് എഴുന്നേറ്റിട്ട് നിന്നിട്ട് പറയുകയാണ്, ജെറൂസലേം നിവാസികളെ, ഈ തിരുനാൾ ആഘോഷിക്കാൻ വന്നിരിക്കുന്നവരെ എന്ന് പറഞ്ഞുകൊണ്ട് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വചനം തുടങ്ങിക്കൊണ്ട് പിന്നീട് 8 വചനങ്ങൾ കൂടി അദ്ദേഹം പറയുകയാണ്. പത്രോസ്ലീഹ യേശു
പത്രോസിനെ ഏൽപ്പിച്ച ദൗത്യം അവിടെ നടത്തുകയാണ്. ആത്മാവിലൂടെയാണ് ഓരോ പുരോഹിതനും പുരോഹിതനാകുന്നത്. മാമോദീസ സ്വീകരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ലഭിക്കുന്നത്. സൈലേവനം ലഭിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെയാണ് ലഭിക്കുന്നത്. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ നാട്ടില് വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ അമ്മയുടെയും യൗസേയ പിതാവിന്റെയും ഒക്കെ ധാരാളം ദേവാലയമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള ദേവാലയമുണ്ടോ? ഉണ്ട്. വല്ലാർപാടത്തമ്മ എന്ന് പറയുന്ന ആ പള്ളിയിൽ പോയിട്ടുള്ള ആളുകളായിരിക്കും ഇതെല്ലാം കേൾക്കുന്നത്. ആ പള്ളി പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ളതാണ്. ആ പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും നാമത്തിലുള്ള ആ പള്ളിയിലേക്ക് ചെന്ന് ആ പള്ളിയുടെ മുറ്റമടിക്കുമ്പോൾ ധാരാളം ആളുകൾ സൗഖ്യപ്പെടുകയാണ്. എൻ്റെ മനോഹരമായ ഒരു ഗാനമുണ്ട്. പരിശുദ്ധ റൂഹായേ, പരിശുദ്ധ റൂഹായേ, കൂടെ വസിക്കാൻ കൂട്ടിനിരിക്കാൻ വാഗ്ദാനമായൊരു പാറേക്ലേത്ത. പാറേക്ലേത്ത എന്ന് പറഞ്ഞാൽ സഹായകൻ, ദ ഹോളി സ്പിരിറ്റ് ആണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 41 പ്രാവശ്യം ദ ഹോളി സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ അപ്പോസ്തല പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവിന്റെ സുവിശേഷമെന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന പല അടയാളങ്ങളുണ്ട്. അതിലൊന്നാണ് വെള്ളം. നമ്മുടെ പ്രഭാഷണത്തിൽ അവിടെയും ഇവിടെയൊക്കെ ഞാൻ സ്പർശിച്ചു പോയി. ഈശോ ജലത്തിലേക്ക് ഇറങ്ങി മാമോദീസ സ്വീകരിക്കുകയാണ്. പകരുന്ന സ്വഭാവമാണ് വെള്ളത്തില്. മാമോദീസ മുക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു. വെള്ളം ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്നത് വെള്ളമാണ്. പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും ഒഴുകി. വെള്ളത്തിന്റെ പ്രത്യേകത ശുദ്ധീകരിക്കുന്നതാണ്. മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടക്കുമ്പോൾ മോശ വടി ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ആ വെള്ളം രണ്ടായി മാറി, അതിലൂടെ സുഖമായി കടന്നു. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും നമ്മെ വേർതിരിക്കുന്നത്, ഉത്ഭവ ഭാവത്തിൽ നമ്മളെ മാറ്റുന്നത് ഈ ജലമാണ്. വെറും ജലമല്ല, ആശീർവദിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ജലമാണ് നമ്മുടെ ശിരസിലേക്ക് ഒഴിക്കുന്നത്. 2 എണ്ണ നമുക്കറിയാം പകരുന്നതാണ്. മാമോദീസയുടെ അവസരത്തിൽ ആദ്യമായിട്ട് ആനവാതുക്കൽ നിന്നുകൊണ്ട് നമ്മുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കും. ഇറ്റ് ഈസ് എ പെർമനന്റ് മാർക്ക്, സ്ഥിരമായിട്ടുള്ളതാണ്. നിന്നെ ഒരു പ്രവാചകനായിട്ട്, നിന്നെ ഒരു പുരോഹിതനായിട്ട് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു എന്നുള്ള വലിയൊരു സത്യമാണ് അതിലൂടെ തരുന്നത്. അഹ്റോന്റെ ശിരസിൽ നിന്നും ഒഴുകുന്ന എണ്ണ എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ എണ്ണ പ്രത്യേകിച്ച് ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ, ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ അവന്റെ ശിരസിൽ എണ്ണ ഒഴിക്കുമായിരുന്നു. അത് ഒലിവെണ്ണയാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒലിവെണ്ണയും സ്പിഗ്രാൻഡ് ഓയിലും ഒക്കെയാണ് ഉപയോഗിക്കുന്ന നർദയിൻ തൈലമാണ്. മൂന്നാമത്തേത് പ്രാവ്. ഈശോ മാമോദീസ സ്വീകരിക്കുമ്പോൾ നിഷ്കളങ്കതയുടെ അടയാളമായ പ്രാവ്. ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ പ്രാവ് ഈശോയുടെ ശിരസിന് മുകളിൽ വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ആ ആത്മാവിൻ്റെ വരവ് സൂചിപ്പിക്കുകയാണ് ഈ പ്രാവ്. 5 മുദ്ര. നിന്നെ ഞാൻ മുദ്ര ചെയ്യുന്നു. മാമോദീസ നമ്മുടെ സ്ഥൈര്യലേപനത്തിൽ നിന്നെ മുദ്ര ചെയ്യുക. രാജാവ് തൻ്റെ മോതിരം കൊണ്ട് ഒരു പ്രമാണത്തില്, ഒരു എഗ്രിമെന്റില്, ഒരു കവനന്റില് മുദ്ര ചെയ്യുകയാണ്. ആ മുദ്ര എല്ലാ കാലവും ഉണ്ടാകും. കാറ്റ് വിശുദ്ധീകരിക്കുന്നതാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുവാൻ 6 അടയാളങ്ങളുണ്ട്. കാറ്റ്, വെള്ളം, എണ്ണ, മുദ്ര, പ്രാവ്. ഈ 6 അടയാളങ്ങളും പന്തക്കോസ്ത ദിനം മുതൽ ഇന്ന് സഭയിൽ ഉപയോഗിക്കുന്നു. 4 പന്തക്കോസ്ത ദിനത്തില് വീട് മുഴുവൻ നിറഞ്ഞു. എന്താണ് നിറഞ്ഞത്? അഗ്നി നിറഞ്ഞു. കത്തിത്തീരാത്ത അഗ്നി ആ വീട് മുഴുവനും നിറഞ്ഞു. സക്കേവുസിന്റെ ഭവനത്തിലേക്ക് യേശു പോകുന്നത് നമുക്കറിയാം. അവൻ അവിടെ ചെന്നപ്പോൾ ഈശോയോട് പറയുകയാണ്, പിതാവേ, യേശുവേ, രക്ഷക, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു.
വീട് മുഴുവനും നിറയുക. ഞാനൊരു കൊച്ചു സംഭവം ഓർക്കുകയാണ്. വാഴക്കുളം ആശ്രമത്തിൽ ഞാൻ അംഗമായിരിക്കുന്ന അവസരത്തിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ തിരിച്ചു വരികയാണ്. ജോയിയുടെ ഭവനത്തിൽ കയറി. അദ്ദേഹം കരിസ്മാറ്റിക് ധ്യാനവുമായിട്ടൊക്കെ ഒത്തിരി ഇടപഴകി പ്രവർത്തിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ കാലുകളിൽ വ്രണങ്ങളാണ്. ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഭാര്യയും മകനും ഭർത്താവും ഒരുമിച്ചിരുന്ന് കുറച്ചു നേരം സ്തുതിക്കുകയാണ്. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുഷ്ഠരോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആദ്യത്തെ രോഗശാന്തിയാണ്. ഈശോ കടന്നു വരുമ്പോൾ അവൻ പറയുകയാ, വഴിയരികിൽ നിന്നിട്ട് പറയുകയാ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. കർത്താവ് കടന്നു വരുമ്പോൾ അവൻ യേശുവിനോട്, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. സക്കേവുസിന്റെ ഭവനത്തിലേക്ക് കർത്താവേ അങ്ങ് കടന്നു വന്നല്ലോ. ഈ ഭവനത്തിലെ കുടുംബനാഥ ശക്തമായ രോഗാവസ്ഥയിലാണല്ലോ. ഈ മകളുടെ കാലിലെ വ്രണങ്ങളൊക്കെ മാറ്റിക്കളയണമേ, സുഖപ്പെടുത്തണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന എന്ന് പറഞ്ഞു ഞങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ വീട് മുഴുവനും ആയുർവേദ മരുന്നിന്റെ ഒരു സുഗന്ധം കൊണ്ട് നിറയുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആയുർവേദ മരുന്നുകളുണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ തന്നെ ആ സുഗന്ധം കൊണ്ട് വീട് മുഴുവനും നിറഞ്ഞു. വേറെ ഒരിക്കല് ഒരു കുട്ടി എൻ്റെ അടുത്ത് വരികയാണ്. അവളുടെ കാല് മുഴുവനും വ്രണമാണ്. എൻ്റെ മുറിയിലേക്ക് കയറിയപ്പോൾ ശക്തമായ ആ പഴുപ്പിന്റെ മണം ആ പഴുപ്പന്റെ മുറിയിൽ വീണു. എന്നാൽ യേശുവിന്റെ അരികിലേക്ക്, മാതാവിന്റെ അരികിലേക്ക് അവർ കടന്നു എന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ സുഗന്ധത്താൽ നിറഞ്ഞ് അവളുടെ കാലുകൾ മുഴുവനും ഒഴുകി, അവളുടെ കാല് മുഴുവനും സുഖപ്പെട്ടിരിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ അവൾ വിളിച്ചു. അവളൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടിയാ. അവൾ ദേവര കോളേജിൽ പഠിച്ച ഒരു കുട്ടിയാ. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതുപോലെയുള്ള വീട് മുഴുവനും നിറയുന്ന അനുഭവമാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന അനുഭവമല്ലേ നമ്മുടെ ഭവനത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, വീട് മുഴുവനും നിറയുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മെ ദൈവം. ഈ വചനം കേൾക്കുന്ന മക്കളെ, ദൈവം നിങ്ങളെ വചനം കൊണ്ട് നിങ്ങളുടെ വീട് മുഴുവനും നിറയ്ക്കുകയാണ്. വചനം വായിച്ചിട്ടില്ലാത്ത മക്കൾക്ക് പോലും അവരുടെ നാവുകളില് വചനം മുഴുവനുമായിട്ട് എടുത്തു വരുന്നത് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ഓരോ നിമിഷവും നമുക്ക് എന്താണോ ആവശ്യം അത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്താൽ നിങ്ങൾ നിറയട്ടെ, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ ചിന്തകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ബൈബിളിലെ വചനങ്ങൾ കൊണ്ട് നിറയട്ടെ. കർത്താവ് ഒരു സന്ദേശം തരുന്നു. ഒരിക്കലും നിങ്ങളുടെ മൊബൈലിൽ വരുന്ന മോശമായ കാര്യങ്ങളൊന്നും ആർക്കും കൊടുക്കേണ്ട. ചില ആളുകൾ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് അയക്കും, നല്ലത് തന്നെ. പക്ഷേ ആ ഗുഡ് മോർണിംഗിനോടൊപ്പം ഒരു ചെറിയ വചനമെങ്കിലും നിങ്ങൾ കൊടുക്കാൻ സാധിച്ചാൽ കർത്താവ് നിങ്ങളിൽ ഇടപെടും, നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടും. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞല്ലേ യേശു വന്നത്? ഒരു സമാധാനം കൊടുക്കുന്നവരാവുക. മാതാവ് മെഡ്ജുഗോറിയയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും സമാധാനം ശാലോമാണ് തരുന്നത്. ആ ശാലോമിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പെന്തക്കോസ്ത് ദിനത്തില് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള എൻ്റെ രണ്ടാമത്തെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വീട് മുഴുവനും നിറഞ്ഞ ആ വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ലാസർ മരിച്ചു. മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നത് നമുക്കറിയാം. ലാസറിന്റെ കുഴിമാടത്തിലേക്ക് യേശു പോകുന്നു. യേശു അവിടെ ചെന്ന് നിന്ന് കണ്ണീരണിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ചു. ലാസറേ നീ പുറത്തു വരിക എന്ന് പറഞ്ഞ് അവനെ ഉയർപ്പിച്ചു. പരിശുദ്ധാത്മാവിനാലാണ് അത് നടന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് യേശുവിന്റെ ഉയർപ്പും. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു സംഭവമുണ്ട്. മർത്തായുടെയും മേരിയുടെയും ഭവനത്തിലേക്ക് യേശു ചെല്ലുകയാണ്. അവിടെ ആളുകളുണ്ട്. യേശു ഉയർപ്പിച്ച ലാസറിനെ കാണുവാൻ കൂടിയാണ് അവരവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ 300 ധനാറ
വിലയുള്ള ഒരു കുപ്പി നർദ്ധയും തൈലവുമായിട്ട്, സുഗന്ധദ്രവ്യവുമായിട്ട് അവള് യേശുവിൻ്റെ കാൽപാദത്തിൽ വന്നു. കാൽപാദങ്ങളില് അവൾ ആ സുഗന്ധ തൈലം പൂശി തലമുടി കൊണ്ട് തുടച്ചു. വീട് മുഴുവനും സുഗന്ധം പരക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. പെന്തക്കോസ്താ ദിനം ഈ സുഗന്ധം പരക്കുന്ന, ദൈവത്തിന്റെ അനുഭവം നടക്കുന്ന ഒരു വലിയ ദിവസമാണ്. പെന്തക്കോസ്താ ദിനത്തിലാണ് സഭ, ക്രിസ്ത്യൻ സഭകൾ ഉണ്ടായത്. പെന്തക്കോസ്താ ദിനത്തില് ഇന്ന് കാണുന്ന ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് ഒന്നുമില്ല. യേശുവും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവും നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. വചനം കേൾക്കുന്നവരെ, രണ്ടാമത്തെ എൻ്റെ ഈ ടോക്ക് നിങ്ങൾ കേൾക്കണം. മറ്റുള്ളവർക്ക് ഈ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കണം. അതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആത്മാവിനെ കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വചന പ്രഘോഷണം കൊടുക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ വലിയ അനുഭവങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കടബാധ്യതകൾ മാറും. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുന്നതായിട്ടുള്ള ഒരു നല്ല സന്ദേശം മനസ്സിൽ വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പെന്തക്കോസ്താ ദിനത്തില് അഗ്നിയായിട്ട് ആ 120 ആളുകളിലേക്ക് കടന്നു വന്നപ്പോൾ അത് കാണുവാനായിട്ട് 19 രാജ്യങ്ങളിൽ നിന്ന് വന്ന ആ ജനതയ്ക്ക് സാധിച്ചല്ലോ. ഞങ്ങളുടെ ഇന്ത്യയിൽ നിന്ന് പോലും ദൈവമേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ടായിരിക്കണമല്ലോ ഞങ്ങളുടെ ഇന്ത്യയിൽ നിന്ന് അവിടെ ആളുകൾ എത്തിയത്. ഏഷ്യയിൽ നിന്ന് ഉള്ളവരുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വചനത്തിൽ അത് പറയുന്നല്ലോ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ വീടുകൾ മുഴുവനും, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങൾ ആത്മാവാൽ നിറയട്ടെ. ആത്മാവിൻ്റെ ശക്തി അവരിലേക്ക് കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുത്ത് ആശീർവദിച്ച ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മാവ് ഈ അവസരത്തിൽ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന് നൽകുന്നതായിട്ട് മനസ്സിൽ തോന്നിക്കുന്നല്ലോ. ഇന്ന് രാവിലെ അതിൻ്റെ പിതാവ് വിളിച്ചു, അച്ഛാ, കേരളത്തിലെ ചെറിയ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് സൗഖ്യം ലഭിച്ചിട്ടില്ല. ഈ കൊണ്ടുപോകുന്ന ഈ അവസരത്തിൽ തന്നെ, വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ തന്നെ ആത്മാവായ ദൈവമേ അവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നല്ലോ. ആത്മാവായ ദൈവമേ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളിലേക്കും ഇറങ്ങി വരട്ടെ. ഈ അവസരത്തിൽ നിങ്ങളുടെ അരികില് കൊച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങളെ കരങ്ങളിലെടുത്ത് ആശീർവദിച്ച ഈശോയെ, രോഗികളായി കിടക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണമേ. ആത്മാവിന്റെ നിറവില് അവരായി തീരട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മൂന്നാമത്തെ ഭാഗം നിങ്ങൾ കാണണം. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. 6 ദിവസം പരിശുദ്ധാത്മാവിനെ കുറിച്ച് മാത്രം ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, നല്ല തീരുമാനം. അന്ന് നല്ല തീരുമാനം ഇതായിരുന്നു. സഭ ഇറക്കിയിട്ടുള്ള എല്ലാ ചാക്രിയ ലേഖനങ്ങളും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറ്റവും നല്ല പുസ്തകമാണ് ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഖൊങ്കാർ എഴുതിയതാണ്. ആ 3 വോളിയൂംസും ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന 3-ാം നൂറ്റാണ്ടിൽ എഴുതിയ വിശുദ്ധ ആംബ്രോസ് എഴുതിയ ആ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അടുത്ത 3-ാമത്തെ വോളിയത്തിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് വ്യക്തികളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ ആംബ്രോസ് പിതാവ് പറയുന്നതാണ്. 3-ാം നൂറ്റാണ്ടിലെ പിതാവ്. ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.